പാലക്കാട്ടെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം നശിച്ച് നാറാണക്കല്ലെടുത്തിട്ട് വർഷം കുറയായി. ഒരു കാലത്ത് സന്തോഷ് ട്രോഫി പോലുള്ള പ്രധാന മത്സരങ്ങൾക്ക് വേദിയായിരുന്ന ഈ സ്റ്റേഡിയം ഇപ്പോൾ നഗരസഭാ എക്സിബിഷനുകൾക്ക് വാടകയ്ക്ക് നൽകുകയാണ്. നഗരസഭയും സംസ്ഥാന സർക്കാരും കൈകോർത്ത് പ്രശ്നം പരിഹരിക്കണമെന്നാണ് കായിക പ്രേമികളുടെ ആവശ്യം. പാലക്കാടിന്റെ ഹൃദയഭാഗത്താണ് കായിക പ്രേമികളുടെ ഹൃദയം തകർക്കുന്ന ഈ സ്റ്റേഡിയം. ഒരു കാലത്ത് സന്തോഷ് ട്രോഫി പോലുള്ള പ്രധാന മത്സരങ്ങൾക്ക് വേദിയായിടം, IM വിജയനെ പോലുള്ള പ്രതിഭകൾ പന്ത് തട്ടിയിടം. ഇന്നൊരു കുട്ടിക്ക് പോലും പന്ത് തട്ടാൻ കഴിയാത്ത നിലയിലാണ് പാലക്കാട്ടെ ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം. എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, കളിക്കാൻ ആളുമുണ്ട്. കളിക്കളം മാത്രം തയ്യാറല്ല. ചരലും മെറ്റലുമായി വെറുതെ ഒന്ന് പന്ത് തട്ടാൻ പോലും കഴിയില്ല. ഈ തർക്കം എത്രയും പെട്ടെന്ന് പരിഹരിച്ചു കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് ഇവിടെയുള്ള ചെറുപ്പക്കാർക്കാണ്. ഇവിടെയുള്ള ചെറുപ്പക്കാർ മാക്സിമം ഈ ഗ്രൗണ്ട് നശിച്ചത് മൂലം ഈ ഫുട്ബോൾ ടർഫിലേക്ക് മാറിക്കഴിഞ്ഞു. ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ഫുട്ബോൾ ടർഫിലേക്ക് ഒതുങ്ങിക്കഴിഞ്ഞു. ഇവിടെ രാജ്യതല മത്സരങ്ങൾ, മറ്റേ സ്റ്റേറ്റ് മത്സരങ്ങൾ ഒരുപാട് പാലക്കാട് ജില്ലക്കകത്ത് തന്നെ ഒരുപാട് പേര് കളിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ്. 10 ഏക്കർ വരുന്ന സ്റ്റേഡിയം ആദ്യം കായിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. പിന്നീട് മറ്റാവശ്യങ്ങൾക്ക് കൂടി വിട്ടുകൊടുത്തു തുടങ്ങി. അതോടെ തീർന്നു പാലക്കാട്ടെ കായിക ഭാവി. കായിക മന്ത്രി ഇടപെട്ട് പരിഹരിക്കുക എന്ന് പറയുമ്പോൾ കായിക മന്ത്രി എന്ന് പറയുന്നത് ആ ഒരു സംവിധാനമാണ്. സർക്കാർ സംവിധാനവും നഗരസഭയും തദ്ദേശഭരണ സ്ഥാപനവും തമ്മിൽ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഒരു സ്ഥലം നഗരസഭയ്ക്ക് നടത്തിപ്പ് അവകാശം കൊടുത്താൽ മാത്രം കഴിഞ്ഞു. ഇത് നമ്മുടെ സ്ഥലം, ഇത്രയും കണ്ണായ സ്ഥലം നമ്മൾ സർക്കാരിലേക്ക് നടത്തിപ്പ് അവകാശം കൊടുക്കുമ്പോൾ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു സംവിധാനം കൊണ്ടുവരണം. ഫെഡറേഷൻ കപ്പിന്റെയും സന്തോഷ് ട്രോഫിയുടെയും പഴയ പ്രതാപം അയവിറക്കി കിടക്കുകയാണ് പാലക്കാട് ഇന്ദിരാഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയം. നഗരസഭയും സർക്കാരും കൈകോർത്താൽ നന്നാക്കി എടുക്കാവുന്നതേയുള്ളൂ ഈ സ്റ്റേഡിയത്തെ. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.